ഗായ്സ്, ഇന്ന് എൻ്റെ പിറന്നാളാണ്. അപ്പം എൻ്റെ ഹരീഷ്മ അമ്പലത്തിൽ പോകാൻ റെഡി ആയിരിക്കുവാണ്. സാധാരണ നാൾ ഞാൻ അങ്ങനെ ഓർക്കാറില്ല. അപ്പോൾ വീട്ടുകാരെങ്കിലും അമ്മയോ അല്ലെങ്കിൽ ആ സമയങ്ങളിലൊക്കെ അമ്മയായിരുന്നു ഓർക്കാറ്. അപ്പോൾ ഇന്ന് ഹരീഷ്മ എനിക്ക് വേണ്ടിയിട്ട് അമ്പലത്തിൽ പോകാൻ റെഡി ആയിട്ടിരിക്കുവാണ്. അമ്പലത്തിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ വെള്ളം പൊങ്ങി കിടക്കുക വഴിയിലൊക്കെ. അപ്പം അമ്പലത്തിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് പായസം വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവളെ കൊണ്ട് അമ്പലത്തിൽ പോവാം. ഇങ്ങനെ പ്രാർത്ഥിച്ചോ, രക്ഷപ്പെടും നമ്മള്. അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ നീന്തി അമ്പലത്തിൽ പോയി തിരിച്ചു വന്നു. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ സത്യത്തിൽ ജൂലൈ 14-നാണ്. അപ്പം ഇന്ന് ചുമ്മാ എന്തായാലും ഇപ്പം ഞങ്ങളിപ്പം ഫിഷിങ്ങിന് ഇന്നലെ പോയായിരുന്നു. ഒന്നും കിട്ടിയില്ല. നല്ല ഒഴുക്കും വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, ഒന്നും കിട്ടിയില്ല. അപ്പം ഇപ്പം ഫിഷിങ്ങിന് അങ്ങനെ പോകാൻ പറ്റത്തില്ല. കാരണം വെള്ളപ്പൊക്കമൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളിൽ മിക്ക സ്ഥലങ്ങളും വെള്ളം കയറി കിടക്കും. അപ്പം ഇങ്ങനെ തൽക്കാലത്തേക്ക് ഇപ്പം ഇങ്ങനെ ഡെയിലി വ്ലോഗ് ഒക്കെ ചെയ്യാനുള്ള പ്ലാനാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആയിട്ട് വരുന്നത്. ഇല്ലെങ്കിൽ ഇപ്പം ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യത്തില്ല. അങ്ങനെ നമ്മൾ പായസം ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. പായസത്തിന് ആവശ്യമായുള്ള സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹരീഷ്മ. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന പായസം നുറുക്ക് ഗോതമ്പ് പായസമാണ്. അതായത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന നുറുക്ക് ഗോതമ്പുണ്ട്, അതും ശർക്കരയൊക്കെ ഇട്ടിട്ടൊരു ചെറിയ പായസം. പിന്നെ ഞാൻ ഹരീഷ്മക്ക് ശർക്കര അരിഞ്ഞല്ല, ശർക്കര ചീ പൊടിച്ച് ഇട്ട് കൊടുക്കാൻ സഹായിക്കാണ്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഹരീഷ്മ എനിക്ക് ഏത് പായസം ഹരീഷ്മ ഉണ്ടാക്കി തന്നെ? സേമിയ പായസം. ഇത് സ്പെഷ്യലായിട്ട് പറഞ്ഞാൽ ഇത്തവണത്തെ പായസം ഉണ്ടാക്കി തരുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ എടുത്ത് പറയാൻ കാര്യം. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഹരീഷ്മ എനിക്ക് സേമിയ പായസം, ഇത്തവണ നമ്മൾ നുറുക്ക് ഗോതമ്പ് പായസം, അടുത്ത പ്രാവശ്യം പാൽ പായസം. അപ്പം ഞാൻ ആക്ച്വലി ഈ ബർത്ത്ഡേ ഒന്നും ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാറൊന്നുമില്ല. ഇങ്ങനെയൊന്നല്ല, ഒരു രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാറില്ല. ഞാനത് ശ്രദ്ധിക്കാറ് പോലുമില്ല. എൻ്റെ ബർത്ത്ഡേ വിഷസ് ഒക്കെ വാട്സപ്പിൽ കിട്ടാറുണ്ട്. ഇപ്പം ഇന്ന് ബർത്ത്ഡേ അല്ല, 14-നാണ് ബർത്ത്ഡേ. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ 14-നൊന്നും പ്രത്യേകിച്ച് പരിപാടികളൊന്നും കാണുന്നില്ല. ഇപ്പം ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു പായസം ഉണ്ടാക്കാതെ വെച്ചപ്പോൾ ഒരു വീഡിയോയും ആകും, കോണ്ടന്റ് അങ്ങനെയാണ്. ഇപ്പൊ കണ്ടന്റ് എന്നാണോ കോണ്ടന്റ് എന്നാണോ പറയേണ്ടത് എനിക്ക് ധാരണയില്ലാത്തതുകൊണ്ട് ഞാൻ കോണ്ടന്റ് എന്ന് പറയുന്നു. അപ്പം അത് ഒഴിവാക്കണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് മാത്രം ഞാനതൊരു വീഡിയോ ആക്കി ഇടുന്നു. കാരണം നമുക്കിപ്പോൾ വെളിയിലോട്ടൊന്നും പോകാനും പറ്റത്തില്ല. പിന്നെ വീഡിയോ വന്നില്ലെങ്കിൽ ലാഗുമായി പോകും. അപ്പം അതൊക്കെ ഓർത്തപ്പോൾ എന്നാൽ പിന്നെ അങ്ങ് ചെയ്തേക്കാന്ന് ഓർത്തു. അല്ലെങ്കിൽ ഞാൻ സത്യം പറഞ്ഞ ബർത്ത്ഡേക്ക് ഒരു പരിപാടിയില്ല പ്രത്യേകിച്ച്. സാധാരണ ദിവസങ്ങൾ കടന്നു പോകുന്ന അതേപോലെ തന്നെ പായസം ഉണ്ടാക്കി തരുമെന്ന് ഹരീഷ്മ. ഞാൻ ഇതുവരെ കേക്കൊന്നും മുറിച്ച് ആഘോഷിച്ചിട്ടില്ല അല്ലേ? ഞങ്ങളുടെ ബർത്ത്ഡേ അല്ലേ, ഞങ്ങളുടെ ആനിവേഴ്സറിക്കാണ് ഞാൻ ആദ്യമായിട്ട് കേക്ക് കട്ട് ചെയ്യുന്നത്. ഞാൻ കട്ട് ചെയ്യുന്നത് ആദ്യമായിട്ട്. അതിനു മുമ്പ് പലരും കട്ട് ചെയ്യുന്ന കേക്ക് കഴിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ എൻ്റെ സ്വന്തം ആവശ്യത്തിന് ഞാൻ ഇതുവരെ കേക്ക് കട്ട് ചെയ്ത് കഴിച്ചിട്ടില്ല. ബർത്ത്ഡേയോ ഒരു പരിപാടി. എപ്പോ? കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഞങ്ങള് ഇവിടെ ആയുർവേദത്തിൽ അഡ്മിറ്റ് ആയിരുന്നു. അതായത് എൻ്റെ നടുവേദനയ്ക്ക് ഞാൻ കമ്പത്ത് ലാസ്റ്റ് ചികിത്സയ്ക്ക് പോയി. പക്ഷെ അതിനു മുമ്പ് ഞാൻ തൃപ്പൂണിത്തുറ മെഡിക്കൽ കോളേജ്, ആയുർവേദ മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഞാൻ അവിടെയായിരുന്നു. അപ്പം ഹരീഷ്മയുടെ അമ്മ കേക്കൊക്കെ ആയിട്ട് വന്ന് അങ്ങനെ അവിടെ വെച്ച് ആദ്യമായിട്ട് കേക്ക് മുറിച്ച്. പക്ഷെ അതങ്ങനെ പ്ലാൻ ചെയ്തിട്ട് വന്നതൊന്നും അല്ല, ഇവര് ഞാൻ അറിയാതെ മേടിച്ചോണ്ട് വന്നതാ. അങ്ങനെ ഞാൻ അറിഞ്ഞിരുന്ന ഞാൻ വേണ്ടെന്ന് തന്നെ പറഞ്ഞേനെ. പിന്നെ അങ്ങനെ അവര് സർപ്രൈസ് ആയിട്ട് വാങ്ങിച്ചോണ്ട് വന്ന. പക്ഷെ അത് ആദ്യമായിട്ടാണ് അല്ലേ? അത് ആദ്യമായിട്ടാണ്. അതിനു മുമ്പൊന്നും ഞാൻ മുറിച്ചിട്ടില്ല. അങ്ങനെ അന്ന് അവിടെ വെച്ച് ഞങ്ങൾ കേക്ക് മുറിച്ച്. അത് പറഞ്ഞ പോലെ എല്ലാരും കൂടിയൊന്നുമല്ല, മുറിച്ച് എല്ലാവർക്കും കൊടുക്കുവായത് അല്ലേ? ഞങ്ങൾ ചെന്ന് ഹോസ്പിറ്റലിൽ, അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാവരുമായിട്ട് കമ്പനി ആയിട്ട് കുറെ ഫ്രണ്ട്സിനെയൊക്കെ കൊണ്ട് അവിടുന്ന് ഇറങ്ങിയത്. കുറെ പേര് കോണ്ടാക്ട് ഇപ്പോഴും ഉണ്ട്. അപ്പം ചെന്ന സമയമായത്. അപ്പൊ അധികം ആരുമായിട്ട് അങ്ങനെ മിണ്ടി തുടങ്ങിയിട്ടില്ല. അപ്പം അങ്ങനെ കേക്ക് മുറിച്ചിട്ട് എല്ലാവർക്കും കൊടുത്തു. അവസാനമായിരുന്നെങ്കിൽ ചിലപ്പം ഈ പറഞ്ഞ പോലെ എല്ലാവരും നിൽക്കി ചെയ്ത് കേക്കൊക്കെ മുറിച്ച് ഹാപ്പി ബർത്ത്ഡേ പാടിപ്പോയനെ.
ഇത്തവണ പോയേനെ, പക്ഷെ ഇത്തവണ കുറച്ച് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ നമ്മുടെ അപ്പൊ അവിടെ പോയി കിടന്നു കഴിഞ്ഞാൽ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റില്ല. ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഇത്തവണ അവിടെ പോയി അഡ്മിറ്റായി ഒരു 10-40% ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് അവിടെ അടിച്ചു കൊടുത്തു. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ കട്ട് ചെയ്തത് ആ കല്യാണം കഴിഞ്ഞ ആദ്യ ബർത്ത്ഡേ ആയതുകൊണ്ട് അങ്ങനെ ഒരു സർപ്രൈസ് ആയിട്ട് അവര് വരാന്ന് തീരുമാനിച്ചല്ലേ. അല്ലെങ്കിൽ ഇപ്പൊ എവിടെ ആര് കട്ട് ചെയ്ത് തരും? പിന്നെ ആര് കേക്ക് മേടിച്ചോണ്ട് വരാൻ? എവിടെയും ആരും കാണത്തുള്ളൂ. ഞാനും മേടിക്കാറില്ല, ആരും കൊണ്ടുവരാറുമില്ല. അങ്ങനെ കഥ പറഞ്ഞ് നമ്മൾ ശർക്കര ചീവി എടുത്തിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യാൻ പോകുന്നത്? ഓക്കെ, അപ്പൊ തേങ്ങാപ്പാല് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് മിക്സി ഇട്ട് അടിച്ച് പിഴിയാൻ പോവാം. അല്ലെങ്കിൽ നമ്മൾ നുറുക്ക് ഗോതമ്പ് വേവിക്കാൻ വെച്ചു. ഇതുകൊണ്ടാണ് നമ്മളിന്ന് പായസം ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മുടെ പായസം വെന്തുകൊണ്ടിരിക്കുന്നു. പായസമല്ല, നുറുക്ക് ഗോതമ്പ് വെന്തുകൊണ്ടിരിക്കുന്നു. ഈ വീടിനകത്ത് നിറച്ച് പുകയാണ്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ പുളിക്ക് പുകയിടുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, പുളി വെറുക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ പുകയിട്ട് വേണം ഉണക്കാനായിട്ട്. മഴക്കാലത്ത് വെയിലത്തൊന്നും വെക്കാൻ പറ്റില്ല. പിന്നെ ഇത് പുകയിട്ടാണ് അത് ഉണക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വീടിനകത്ത് നിറച്ച് പുകയാണ്. അങ്ങനെ പുകഞ്ഞാണ് ഈ വീട് ഇങ്ങനെ കറുത്തു പോയത്. പണ്ടേ നുറുക്ക് ഗോതമ്പിനകത്തോട്ട് ശർക്കര ചീവിയിട്ടത് ഇടുവാണ്. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി എന്നെ അടുത്ത് ഇടണ്ടേ? അപ്പൊ നമ്മുടെ പായസത്തിനകത്തോട്ട് ഏലക്ക പൊടിച്ചിടേണ്ടതിന് പകരം അരീഷ്മക്ക് മടിയായത് കാരണം ഏലക്ക കൈകൊണ്ട് പൊട്ടിച്ചിടുവാണ്. അപ്പം ജീരക ഏലക്കയൊക്കെ ഇട്ടു. ഇനിയിപ്പോ രണ്ടാം പാൽ ഒഴിക്കുവാണ്. അപ്പൊ ഒന്നാം പാൽ ഒഴിച്ചു, അല്ല രണ്ടാം പാൽ ഒഴിച്ചു. ഇനി ഒന്നാം പാൽ കൂടി ഒഴിക്കാൻ പോവാണ്. കൊടുക്കുക. ഇനി ഇതിനകത്ത് തന്നെ ചേർക്കാനുള്ള കിസ്മിസ് വറുത്തയാകും. തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാൻ പോവാം. വറുത്തല്ല, ഒരു ഇതുപോലെ ആക്കി എടുക്കാൻ പോവാം. കിസ്മിസ് ഒക്കെ ചേർക്കാം, പക്ഷെ ഈ മഴയത്തിന് ഇതൊക്കെ പോയി മേടിക്കാൻ കഴിയാത്തതുകൊണ്ട് ഉള്ളത് ഇട്ടൊന്ന് ഉണ്ടാക്കുക. അപ്പം എന്തേ നമ്മുടെ പായസം നല്ലോണം വെന്ത് സെറ്റായിട്ടുണ്ട്. ഇനി ഇത് വറുത്തിട്ടാൽ പായസം ഫുള്ളായിട്ട് റെഡിയാകും. അപ്പോൾ ഇത് നമ്മളങ്ങ് ഓഫ് ചെയ്തു, കാരണം ഇനി നിന്ന് കഴിഞ്ഞാൽ വെന്ത് കുറുകി പോകും. അപ്പോൾ ഇനി ഇത് വറുത്ത് ഇതിനകത്തോട്ട് ഇട്ടാൽ മതി. അപ്പം എൻ്റെ പിറന്നാൾ പായസം റെഡിയാവും. അപ്പോൾ കഴിച്ച് അങ്ങനെ എൻ്റെ പിറന്നാൾ പായസം റെഡി ആയിട്ടുണ്ട്. ഇത് കഴിച്ചു നോക്കാം. നല്ല ചൂടുണ്ട്. അപ്പം അങ്ങനെ ഒരു ദിവസം കൂടി കഴിഞ്ഞു പോയി, ഒരു വയസ്സും കൂടി കഴിഞ്ഞു പോയി. അപ്പം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഒരു വർഷം കൂടി കഴിഞ്ഞു പോയി. അങ്ങനെ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.